ഇക്ക വരാറുണ്ടോ? ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഹായ് ഹായ്, കുട്ടികൾ ഉറങ്ങോ? പൊന്നെ നീ വരാൻ താമസിച്ച് വയ്യായിരുന്നു. പിന്നെ ഇന്നെന്താ വീഡിയോ ഇടാത്തേ? ഇന്ന് വീഡിയോ ഇടാത്തെന്ന് ഇവിടെ യുദ്ധമായിരുന്നു, അതാണ് വീഡിയോ ഇടാത്ത. ഇന്ന് വൈകി അങ്ങനെ വീഡിയോ ഇട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരാമെന്ന് വിചാരിച്ചത്. ഉറങ്ങി. ഇന്ന് ഷാൻ പ്രശ്നമുണ്ടാക്കിയോ? ഷാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, നല്ല രീതിയിൽ തന്നെയാണ് വന്നത്. നെജിലയും ഷാനും ഒന്നായി എന്ന വീഡിയോ കണ്ടു ഒരു താത്ത വന്ന് നെജി ഒന്നാവും ഇൻഷാ അല്ലാ. നെജി ഹസ്ബൻഡ് ഫോണ് എന്താണ്? ഷാൻ വന്നു. പോയോ ഷാൻ? ഷാൻ വന്നു. ഒന്നാകട്ടെ, നല്ലതുപോലെ ഒന്നാകട്ടെ. ഇപ്പോൾ എവിടെയുണ്ടോ? വന്നു പോയോ? വന്ന് ഇത്തി പ്രശ്നങ്ങളൊക്കെ ആയി. ഇന്ന് പണിയില്ലായിരുന്നു, കുറച്ച് സാധനമൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ ഭയങ്കര വിഷയങ്ങളൊക്കെ ആയി. നല്ല രീതിയിലാണ് വന്നതേട്ടാ. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. ഞായറാഴ്ചയായിരുന്നു, കള്ളു കുടിക്കുന്നത് ദിവസമാണ്. കള്ളുകുടിയൊന്നും ഇപ്പോൾ ഇല്ല. പ്രഗ്നൻറ്റ്. എൻ്റെ പേരും എന്താ പറഞ്ഞത്? ബീഫും അത് ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്, മക്കൾക്ക് മിഠായിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ആയി. അതൊന്നും ഇനി വലിയതായിട്ട് വിലയിരുത്തുന്നില്ല ഞാൻ. പ്രശ്നമുണ്ടായി, നല്ല പ്രശ്നമുണ്ടായി. ഇപ്പോൾ പിണക്കം മാറിയ സരിതയുള്ള ബന്ധം കൊണ്ടാണോ നീ ഒഴിഞ്ഞു നിൽക്കുന്നത്? സരിതയായിട്ടുള്ള ബന്ധമൊന്നും കൊണ്ടൊന്നുമല്ല. പാപ്പ ഉണ്ടായിരുന്നു, ഉമ്മ ഉണ്ടായിരുന്നു. ആകെ പ്രശ്നങ്ങളായി. കുഴപ്പം നീയാണ്, അപ്പയുമായി അവനല്ല. ഞാൻ ഒരൊറ്റ കാര്യത്തിനാണ് മാറ്റി നിർത്തിയിരുന്നത്, മദ്യപാനം. സുന്ദരി മോള്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ FB കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെജില ഷാൻ്റെ നെജിലാൻ്റെ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്. പിന്നെ നെജില പുതിയൊരു വീഡിയോ ഇട്ടത് കണ്ടു, ലൈവിലും കണ്ടു. ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനൊന്നും പറയുന്നില്ല. ഇന്നലെ ലൈവ് ഇട്ടതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ഷാനുമായിട്ട് ഒന്നിച്ചു എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഷാനുമായിട്ട് ഒന്നിക്കുന്നത് നല്ലത് തന്നെയാണ്. എന്താ വെച്ചാൽ ഒരു കുഞ്ഞ് വയറ്റിലുണ്ട്. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാതിരിക്കുക. നെജില ചെയ്ത ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരമാണ്. ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഒന്നിക്കും എന്നൊരു ഇത് മനസ്സിൽ നെജിലാക്ക് ഉണ്ടാവണമായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ ഒന്നും വേണ്ടി വന്നതല്ല. നെജിലാക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. എന്താ ചോദിച്ചാൽ, നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത ആരും ലോകത്തുണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒരുപാടൊന്നും ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതെടുത്തിട്ടും ഓരോരുത്തരും ചെയ്യുന്ന സമയത്ത് അത് പല രീതിയിലായിരിക്കും അത് പോകുന്നത്. ഇപ്പോൾ ഒരാളല്ല, എത്ര എന്താണ് നെജിലാൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പേഴ്സണലായിട്ട് വെക്കുകയും വേണം. ഇപ്പോൾ നെജില എന്തെല്ലാം പറഞ്ഞതാണ്, കള്ളുകുടിയനാണ്, പെണ്ണുപിടിയനാണ്, സരിത എന്ന് പറഞ്ഞൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഇതെല്ലാം പറഞ്ഞ് അവനെ കാണുമ്പോൾ നാറ്റമാണ്, അറപ്പാണ്, അതാണ് ഇതാണെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞിട്ട് അത്രയും ആളുകൾ കേൾക്കുക ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഒന്നിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇടുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ആളുകൾ എന്താ പറയുക, ഇവള് പണം കുറയുമ്പോൾ ഇവനെ മാറ്റി നിർത്തി പണം കുറച്ചാവുമ്പോൾ ഇവനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് കള്ളത്തരം, ഇവള് പക്ക ഫ്രോഡാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പല കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും നമ്മൾ ഇടവരുത്താതിരിക്കുക. നമ്മുടെ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്കാരുമായിട്ട് ഒന്നിച്ചിരുന്നിട്ട് തീരുമാനിച്ച് അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയും വിളിച്ചു പറഞ്ഞ് പിന്നെയും അവനുമായിട്ട് ഒന്നായെന്ന് പറയുമ്പോൾ ആ ഒരു ഉളുപ്പുണ്ടല്ലോ, ശരിക്കും സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സ്ത്രീ തന്നെയാണ് ഇത്. ഇവൾക്ക് എങ്ങനെ കഴിയുന്നു ഇങ്ങനെയെന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട് 2 ദിവസം നന്നാകും അല്ലെങ്കിൽ 1 മാസം പ്രസവം കഴിയുന്നത് വരെ നന്നാകും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാൻ വീണ്ടും പഴയപടി തന്നെ. ഷാനിന് മദ്യപാനം മാത്രമല്ല പെണ്ണുപിടിയും ബാക്കിയുള്ള സംഭവങ്ങളും ഉണ്ടെന്ന് ആ പുള്ളിക്കാരി തന്നെയാണ് പറഞ്ഞത്. എന്നിട്ടാണ് ഈ കോലാഹലം ചെയ്തിരിക്കുന്നത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, കണ്ടു നോക്കൂ. പിന്നെ പോലീസ് വന്നു. ഹിവ നാളെ ഇൻഷാ അല്ലാ വീഡിയോ ഇടാം അല്ലേ?
നമുക്ക് ഷാനെ കാണണോ? പൈസ എന്തേലും തന്നോ? നമുക്ക് ഷാനെ കാണണോ? പൈസ തന്നു, 3000 രൂപ തന്നു ഹോസ്പിറ്റലിൽ പോയി. ഷാൻ എവിടെ? നാളെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഷാൻ എവിടെ ഉണ്ട്. നല്ല പ്രശ്നമായിരുന്നു. കാണണോ? നാളെ ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കാര്യവും ഡെലിവറി ടൈമിനൊന്നും ഫാമിലിയെല്ലാം എതിർത്ത് ഞാൻ പോയതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് 3 മക്കളും ഞാനും ഉള്ളൊരു ലോകമായിരുന്നു. ഉമ്മയപ്പേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ എപ്പോഴും ഞാൻ ഒറ്റപ്പെട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ എന്തിന് കാണണം? ജസ്റ്റ് ഒന്ന് കാണിക്കോ ഒന്ന് കാണിക്ക്. നാളെ കാണിക്കാം വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. വലിയ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് പേര് ദുആ ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസിനെ വിളിച്ചിട്ടാണ് വന്നത്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ട്, ഇവിടെ ഉണ്ട്. മാഷാ അല്ലാഹ്. കാണണം? കണ്ട? ജസ്റ്റ് ഒന്ന് കാണിക്കുക. കണ്ട? നാളെ വീഡിയോ ഇടാം. ചെറുതായിട്ടൊന്ന് കാലൊക്കെ ഒന്ന് തട്ടി, അതിൻ്റെയൊക്കെ വേദന കൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും വരാത്തത്. കണ്ട ഞങ്ങൾ ഒന്നായി. കാരണം പിരിയാനായിട്ട് നിന്നപ്പം പറ്റില്ല, അങ്ങോട്ടും പറ്റുന്നില്ല. കുട്ടികളും ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് മിസൽ മോനും മുത്തുമോനും ഒക്കെ പറയുന്നുണ്ട് വാപ്പച്ചിയെ കാണണം. സരിത എവിടെ? ആഹാ വന്നല്ലോ. അതാണ് നല്ലത്. കാരണം ഉമ്മയും ആൺകുട്ടികൾ 2 പേരും ഞാൻ കാരണം നഷ്ടപ്പെടണ്ട എന്ന് ഞാൻ വിചാരിച്ചു, എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് സഹോദരങ്ങൾ ഒരിക്കലും എൻ്റെ കൂടെ സഹകരിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും എനിക്കൊരു കൂട്ട് കാണുമല്ലോ. ഉമ്മയപ്പയും നന്നായിട്ടിരിക്കട്ടെ. പിന്നെ മസ്റൂ മോള ഇവിടെ നമുക്ക് 2 റൂമല്ലേ ഉള്ളൂ. അപ്പോൾ മസ്റൂ മോള തൽക്കാലം ഉമ്മയപ്പയുടെ അടുത്തോട്ട് പകലെല്ലാം ഇവിടെയും നൈറ്റ് അവിടെയും നിർത്താമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ഹായ് മുത്തുമണി, സുഖമാണോ? ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഉപ്പ എന്ത് പറഞ്ഞു? ഉപ്പക്ക് ഭയങ്കര സങ്കടം, ദേഷ്യമൊക്കെ ആയി. കുഴപ്പമില്ല, ഇനി എന്നെ അടിക്കൊന്നുമില്ലല്ലേ കാ? എല്ലായിടത്തും എന്തിട്ട് പറയാനുള്ള? ഇനി നെജില ഷാൻ ഫാമിലി ഇല്ല കേട്ടാ. നെജില ഷാൻ ഇത് മാത്രമേ, ഈ ചാനൽ മാത്രമല്ല. ആ ഫോണിൽ ഇനി ചാനലിൽ വീഡിയോസ് ഒന്നും ഇടൂല. ജസ്റ്റ് ഇനി പ്രസവമൊക്കെ കഴിയുമ്പോൾ പുതിയ ഫോൺ മേടിക്കുമ്പോഴേ ഇടും അല്ലേ? ഇനി പ്രശ്നം ഉണ്ടാവോ? വേണ്ട, എല്ലാവരും ചോദിക്കുന്നുണ്ട്. എല്ലായിടത്തും എന്തിട്ട് പറയാനുള്ള? എല്ലാവരും കണ്ടില്ലേ? മക്കളൊക്കെ ഭയങ്കര സന്തോഷം. കള്ളുകൂടിയൊന്നുമില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. മസ്റൂമോൾ ഒരു കാര്യം പറഞ്ഞോളൂ, വാപ്പച്ചി ഇനി മദ്യപിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. മസ്റൂമോൾ ഇനിയിപ്പോൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കണം, മുന്നോട്ട് നീങ്ങണം. ഒന്നത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തീരെ വയ്യ. നാളെ മാറുമോ? ഇല്ല, ബേബി മൂവ്മെൻറ്റ് കിട്ടിയ അങ്ങനെ നല്ലോണം പോട്ടെ. നിങ്ങളടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. ഇന്ന് അത് കടിക്കണം തരാണ്. ഇന്ന് പ്രശ്നമൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും കയറി പവർ സപ്ലൈ നാളെ KCB ഡേട്ടാ നാളെ കറണ്ട് പോകും. ഇപ്പോൾ അവനെ കാണുമ്പോൾ തെറിവിളി ഓർമ്മ വരുന്നു. ഇല്ല, അന്നൊക്കെ മദ്യപിച്ചിട്ടൊക്കെയാണ് സംസാരിച്ചത്. എല്ലാവരോടും ക്ഷമ ചോദിക്കണം. കാരണം ഷാൻ ഇപ്പോൾ വന്നേ 10 മണിയാവൂലേ? അപ്പോഴാണ് വന്നത്. കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. എനിക്കാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ടേ വയ്യ. ഇനിയിപ്പോൾ സ്കാനിങ്ങും കാര്യം. ഇനി വണ്ടി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. വണ്ടി വർക്ക്ഷോപ്പിൽ ഇനി നന്നാക്കണം. എന്നാലേ മക്കളെ കൊണ്ട് പുറത്ത് പോകാൻ പറ്റൂ. നമ്മൾ ഒരു ഹായ് പറയുന്നു. അപ്പം ഷാൻ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഈ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ടാണ്. വീട്ടുകാർക്ക് എല്ലാവരെയും എതിർത്തുകൊണ്ട് വീട്ടുകാർക്ക് എൻ്റെ കൂടെ സഹകരിക്കാൻ പറ്റും. പക്ഷേ ഹോസ്പിറ്റലിലൊന്നും നിൽക്കാൻ പറ്റൂല. കാരണം സഹോദരങ്ങളെ എതിർക്കും. അപ്പോൾ എനിക്ക് ആരുമില്ല. അതുകൊണ്ട് എല്ലാം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തതാണ്. മസ്റൂമോൾ അപ്പുറത്ത് നിന്ന് വളർന്നോട്ടെ, ഉമ്മാരുടെ അടുത്ത് ഉപ്പാരുടെ അടുത്ത് നിന്നോട്ടെ, നന്നായി ചെയ്യുന്നു പറയിപ്പിക്കണം. ഇനി ചിരിക്കാൻ ഇനി ഒരിക്കലും അങ്ങനൊരു ഇതുണ്ടാവില്ല. എന്താ കമൻറ്റ് വായിക്കാത്തേ? കാരണം നിങ്ങൾ പറഞ്ഞില്ലേ ഷാനെ ഞാൻ പ്രസവരെ മാറ്റി നിർത്തിയേക്കുന്ന പൈസയ്ക്ക് വേണ്ടി. ആരെ പൈസയും വേണ്ട. അൽഹംദുലില്ലാ ഒരു ജോലിയുണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ വർക്കലയാണ് പണി. ഒന്നിച്ചെങ്കിൽ ഏറ്റവും നല്ലത് തന്നെ. പുള്ളിക്കാരനെ കാണുമ്പോൾ വലിയ പ്രശ്നക്കാരനായിട്ടൊന്നും തോന്നുന്നില്ല. പുള്ളിക്കാരനും കുറച്ച് പാവമായിട്ട് തന്നെ തോന്നുന്നത്. അപ്പോൾ ഇവളുടെ കയ്യിലും കുറേയൊക്കെ ഉണ്ട്. ഇവള് ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരു ഇതിൽ പ്രശ്നമായിട്ട് വന്നത്. നമ്മൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയല്ലേ. അല്ലാത്തത് നമ്മൾ ഒളിച്ചു വെക്കേണ്ട കാര്യം നമ്മൾ ഒളിച്ചു വെക്കുക തന്നെ ചെയ്യണം. ഒരു പ്രശ്നങ്ങൾ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ. വരുവാണെങ്കിലും അത് പബ്ലിക്കിന് മുമ്പിൽ പറയരുത്. നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുക. അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ നെഗറ്റീവ് കാണാൻ വേണ്ടി ഇരിക്കുന്നവരായിരിക്കും കൂടുതൽ ആളുകളും. നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ നല്ല വശങ്ങൾ പറയാനൊന്നും ആരും ഉണ്ടാവില്ല. നമ്മൾ നെഗറ്റീവ് എടുത്ത് ഇടുന്തോറും അത് നെഗറ്റീവ് മാത്രമാണ് അവിടെ വരുന്നത്. അപ്പോൾ നെഗറ്റീവ് ആരും നെഗറ്റീവ് ഇടാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക. സന്തോഷകരമായിട്ട് പോകാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും തവണ അതായിട്ട് പിന്നെയും ഒന്നിച്ചു എന്ന് പറയുമ്പോൾ അവളുടെ നിവൃത്തികേട് തന്നെയാണ്. ഒന്നും പറയാൻ പറ്റില്ല. അവളെ കുറ്റം പറയാനും പറ്റില്ല. എന്താ ചോദിച്ചാൽ ഒരു കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ട്.
അപ്പോൾ അതിനെ കളയാനും പറ്റില്ല. അതിനെ എന്താ പറയുക, വളർത്തണമെങ്കിൽ ഒരു സഹായം ഉണ്ടായേ തീരും. ഇപ്പോൾ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ഉമ്മയും വാപ്പയും ഇവളുമായിട്ട് ഒന്നിച്ചു കഴിഞ്ഞാൽ ഉമ്മയും വാപ്പയും ഉമ്മയും വാപ്പയും സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങും. അപ്പോൾ സഹോദരങ്ങൾ ഇവളെ സ്വീകരിച്ചിട്ടില്ല. ആ മക്കൾ ആ ഉമ്മാൻ്റെ 2 ആൺമക്കളും ഇവളെ എപ്പോഴും വെറുപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവളെ ഇനി സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവർ വീണ്ടും ഉമ്മാക്കും വാപ്പാക്കും എതിരാകും. അതുകൊണ്ട് ഈ പുള്ളിക്കാരി അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ഉമ്മയും വാപ്പയും ഒന്നിച്ചെങ്കിലും മക്കളാണ്, എന്ത് തെറ്റ് ചെയ്താലും ഉമ്മയും വാപ്പയും പിന്നെയും പൊരുത്തപ്പെട്ട് നമ്മുടെ കൂടെ നിൽക്കും. പക്ഷേ സഹോദരങ്ങൾ ആ ഒരു ഇത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്നൊന്നും ആ ഇതൊന്ന് റിക്കവർ ചെയ്തിട്ട് വരില്ല. അപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ സ്വീകരിച്ചതാണ് ഈ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നെജില നേരത്തെ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ, കണ്ടു നോക്കും. പെരുമ്പാമ്പിനെ പോലെ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. മക്കളെ എൻ്റെ പുതിയ വീടൊക്കെ അടിച്ചു പൊട്ടിച്ച് കുടിച്ച് ഞാൻ സരിതയായിട്ട് കണ്ട പെണ്ണുങ്ങളുമായിട്ട് ചാറ്റിങ് ചെയ്ത് വീഡിയോ കോളും വിളിച്ച് എത്ര ഭാര്യയായിട്ട് പിണങ്ങിയാലും ഒരു നല്ലവനാണെങ്കിൽ വേറൊരുത്തിയെ വിളിക്കൂല. ഓ എൻ്റെ ഒരു കുഞ്ഞ് ഇതാണ് എൻ്റെ GPay നമ്പർ. ഇതാണ് എൻ്റെ GPay. പിന്നെ എനിക്ക് പൈസ മാത്രം മതി. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ 6 മാസക്കാലം തീറ്റി പോറ്റിയത് എല്ലാത്തിനെയും. പൈസ ഞാൻ ഇന്നുവരെ അവൻ്റെ കൂടെ പൈസയ്ക്ക് ആവശ്യപ്പെടും. മച്ചി നമ്മൾ 20 ലിറ്റർ എണ്ണയാണ് മക്കളല്ലേ വണ്ടിയിലടിക്കുന്നത്, പണയം വെച്ചും കടമറിച്ചും ചിട്ടിപ്പൈ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി വീണ്ടും ഒന്നിച്ചിരിക്കുന്നത്. എന്തായാലും ഒന്നിച്ചത് നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മുടെ ഇനി ഒന്നുകൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുടുംബക്കാരുമായിട്ട് സംസാരിച്ചിട്ട് അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അല്ലാതെ യൂട്യൂബിൻ്റെ മുമ്പിൽ വന്നിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തല്ല നമ്മുടെ കുടുംബ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അവർ പല രീതിയിലും അതെടുക്കും. പിന്നെ നമുക്ക് മാനസിക സംഘർഷമായിരിക്കും, നമുക്ക് ഡിപ്രഷനായിരിക്കും. ഈ പുള്ളിക്കാരി തന്നെ പറഞ്ഞു, എനിക്ക് ഡിപ്രഷനാണ്, അതാണ് ഇതാണ്, ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകും. നമ്മുടെ കുടുംബക്കാരാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കും, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരും. അല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് എല്ലാം സോഷ്യൽ മീഡിയയിൽ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളെല്ലാം ഇതുപോലെ പ്രതികരിക്കും. അവരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കൂ. നിന്റെ എന്താ പറയുക, എന്തെങ്കിലും പറയും. ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഈ കുഞ്ഞു വരാൻ ഏകദേശമൊക്കെ പൊന്നെ നീ മക്കൾ ഉറങ്ങി. മോളപ്പുറത്ത് ഉമ്മാൻ്റെ അടുത്ത്. ഇനി അതിൻ്റെ പേരിൽ ആരും ഒരു കണ്ടന്റ് ഇടണ്ട. ഇനി മോളങ്ങനെ മോളിങ്ങനെ മോൾ അൽഹംദുലില്ലാ റാത്തായിട്ടിരിക്കുന്നുണ്ട്. ലൈവിൽ കൊണ്ടുപോകാനേ ജി 2 ദിവസം കഴിയട്ടെ, വീഡിയോയിൽ കൊണ്ടുവരാം. വണ്ടി ഒന്ന് നന്നാക്കിക്കോട്ടെ. ഞാൻ വന്ന് എൻ്റെ ഉമ്മയെ കാണാം. ഇല്ല ഞാൻ എങ്ങോട്ടും പോയില്ല. നല്ലൊരു രാത്രി ആവുമല്ലോ. എന്തെങ്കിലും ഉമ്മേനെയും ബാപ്പേനെയും നല്ലോണം സ്നേഹിക്കണം. അവരിപ്പോൾ വീണ്ടും ഒത്തിരി അകന്ന്. കാരണം എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഷാൻ്റെ ഈ ഒരു ഇത് ബാപ്പയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്നാൽ അൽഹംദുലില്ലാ മോള് ഉമ്മാരുടെയും ബാപ്പാരുടെയാണ്, ഒരു മിറ്റുമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാപ്പാരുടെ ആ മക്കളെ 2 പേരും എന്നെ വിട്ട് മാറൂല. മസൂർ മോളെടുത്ത് ഞാൻ രാത്രി അവിടെ കിടന്നു. ഇപ്പോൾ ചിമ്മച്ചിമാരുടെ അടുത്തും കിടന്നു. പകൽ പഠിക്കാനും സ്കൂളും ബാക്കി കാര്യമില്ല എൻ്റെ അടുത്താണ്. ഷാൻ ഉമ്മയും ഉപ്പയും ആണ്. ഇല്ലല്ല, കുഞ്ഞു വരാറായില്ലല്ലോ. അതിന് 5-ാം മാസമൊക്കെ ആരാ പ്രസവിച്ചത്? അപ്പോൾ ശരി മക്കളെ, ഞാൻ പോണ്. നാളെ കാണാം. എനിക്ക് വയ്യ തീരെ. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. നാളെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇന്ന് വീഡിയോ ഇട്ടില്ല. എല്ലാവരും ഒരു ലൈക്ക് അടിക്കുക. ഇനി ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഞാൻ തട്ടിക്കളഞ്ഞിട്ട് എൻ്റെ വീട്ടുകാർ 1 മാസം 1.5 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് സഹോദരങ്ങൾക്ക് ഞാൻ വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അവർ കാരണം ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനങ്ങ് മാറിക്കൊടുത്താൽ അവർ നല്ല രീതിയിൽ സഹകരിക്കുമല്ലോ. റിപ്പോർട്ടർ അടിച്ചാൽ മതിയോ? അതായാലും മതി. ആമിന ഹായ്. മൂക്കടിച്ച് പൊട്ടിക്കും. നാളെ നിങ്ങൾ നോക്കിയോ വീഡിയോയിൽ വരുമ്പോൾ. എന്നാൽ ഞാൻ ചോദിച്ചു, നീ അല്ലേടാ നല്ല ഞാൻ പാപ്പച്ചിനെ മൂക്കടിച്ച് പൊട്ടിക്കുമെന്ന് എപ്പോൾ പറഞ്ഞെന്ന്. വന്നു. എന്നാൽ നേരത്തെ പോകാമെന്ന് വെച്ചാൽ വയ്യ. കയ്യിലൊരു കടന്തൽ കുത്തി കണ്ട, കയ്യിൽ കണ്ട കടന്തൽ കുത്തി. എന്നാൽ അടുക്കളയിൽ ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നാ. അവിടെ വിരലിൻ്റെ തുമ്പിലും കണ്ടതിന് കുത്തി. വിരൽ നല്ല നീരായി. എൻ്റെ കമൻറ്റ് വായിക്കാത്തേ തോന്നുന്ന നേരം ഞാൻ പറഞ്ഞില്ല, എനിക്ക് നിവർന്നില്ല ഇങ്ങനെ സ്വീകരിക്കുന്ന നാട്ടിൽ ഇറങ്ങണ്ടേ മക്കൾ. ഇനി വേണ്ട എന്ന് പറഞ്ഞ് തന്നെയാണ് നിന്നത്. അപ്പോൾ ഫാമിലിക്കും എൻ്റെ അടുത്ത് സഹകരിക്കാൻ പാട്. അപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥ. നല്ല ക്ഷീണം എന്ന് വെച്ചാൽ എനിക്ക് വയ്യ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് കരിച്ച് കളഞ്ഞില്ല. എന്ന് ഇവരാണ് കരിച്ചത്. ഞാൻ ചെന്ന് അതിനകത്ത് പിടിച്ചു കൊടുത്ത് കണ്ടില്ല. വേണ്ട, അതുകൊണ്ട് ആ കൈ കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം ഗ്യാസ് തീർന്നേ, അതുകൊണ്ട്. അല്ലെങ്കിൽ അവിടെ ഞാൻ തൊടാൻ പോവില്ല. നീരായി. ഓ പിന്നെ ഷാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അതെ, നിങ്ങൾ വിചാരിക്കും പോലത്തെ ഒരു ലൈഫൊന്നും അല്ല നമ്മുടേത്. നമ്മൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി മക്കളുണ്ടല്ലാതെ നമ്മൾ നിങ്ങൾ വിചാരിക്കുന്ന അവിഹിതത്തിലെ ജീവിതമൊന്നുമല്ല. നമുക്ക് ജീവിതം അറിയാം, കാഴ്ചപ്പാടറിയാം, മക്കളുണ്ടെന്നറിയാം. നീയൊക്കെ അങ്ങനെ കാണുന്നില്ലേ? അതാണ് തെറ്റ്.
എന്തായാലും ഞാനൊരു പ്രഗ്നൻ്റ് ആണ്, മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. തുളസി മറ്റേ പേസ്റ്റ് ഇട്ടായിരുന്നു പെൺകുട്ടിയുടെ ഒരു വിധി. പിന്നെ പെൺകുട്ടി എന്നെ സുരക്ഷിതമായിട്ടുണ്ട്. നിങ്ങൾ പെൺകുട്ടിയുടെ വിധി ഓർത്ത് ഇങ്ങനെ ഇരിക്കേണ്ട. ഈ പെൺകുട്ടി ഇങ്ങനെ ഇരുന്ന് ആ സമയത്ത് ഇങ്ങനെ വളർന്നതല്ല, ഞാൻ കൊണ്ട് നടത്തി വളർത്തിയതാണ്. ഞാൻ പെറ്റോളാണ്. ഇത് പെൺകൊച്ചിന് എന്തൊരു പ്രത്യേകത, ആൺകൊച്ചിന് എന്ത് പ്രത്യേകത, അതാണ് തെറ്റ്. പെണ്ണും ആണെന്നൊന്നുമില്ല, മക്കൾ തന്നെയാണ്. ഈ കടന്തല് കരിച്ച് നാളെ കാണാം. അതിൽ പാത്രങ്ങളെല്ലാം മാറ്റി. അല്ലല്ല, ഷാൻ എവിടെ ഉണ്ട്. അപ്പോൾ ശരി മക്കളെ, നാളെ കാണാം. അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താണ് മോളെ രാത്രി അവിടെ ആക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാകാമല്ലോ മോള് ഇവൻ്റെ അടുത്ത് സേഫ് അല്ല, അതായിരിക്കും മോള് മാറ്റുമെന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മളൊരു പെൺകൊച്ചാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. അല്ല എങ്കിൽ നമ്മൾ വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് പറയാതിരിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നെജിലാൻ്റെ ഞാൻ ഒരു 3-4 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പബ്ലിക്കിന് മുമ്പിൽ വന്ന് ഇനിയെങ്കിലും പറയാതിരിക്കുക. ഇത്രത്തോളം ആയി, ഇനിയെങ്കിലും പറയാതിരിക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.